ഇഫ് എയർ റെസിസ്റ്റൻസ് ഈസ് കൺസിഡർ എയർ റെസിസ്റ്റൻസ് 2 ആണ്. ആ -2നെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റ് ആണ് പറയുന്നത്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് u² ഡിവൈഡ് ബൈ 2a നമ്മളെപ്പോഴും പഠിച്ചൊരു ഇക്വേഷൻ. ഇവിടെ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി 60 × 60 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആക്സലറേഷൻ ഡൗട്ട് ഉണ്ടാവും. താഴോട്ടേക്ക് നമ്മൾ എപ്പോഴത്തേക്കും 10 m/s ഉണ്ട്. ഓക്കെ, നമ്മൾ ബോഡി എവിടത്തേക്കാണ് പോകുന്നത്, മുകളിലോട്ടേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് താഴോട്ടേക്ക് തന്നെ എന്തുണ്ട്, 2 ഉണ്ടാവും. ഇപ്രാവശ്യം ടോട്ടൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടറായിട്ട് ആഡ് ചെയ്യുമ്പോൾ +12. ഇതാണ് നമുക്ക് എന്താ മാക്സിമം ഹൈറ്റ് കിട്ടുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം താഴോട്ടേക്ക് എത്രയാണ് ഇതുള്ളത്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ v=u+at എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിക്കാൻ കേട്ടോ. ഇവിടെ v0 ആണ്, ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ടൈം അറിയില്ല, അത് കണ്ടെത്താം. നമുക്കറിയാം ഇവിടെ താഴോട്ടേക്ക് ടോട്ടൽ 12 ആണ് ഉള്ളത്. 12 m/s² ആണ് താഴോട്ടേക്ക് ആക്സലേഷൻ ഉള്ളത്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, ഓരോ സെക്കൻഡിലും അപ്പോൾ എന്താണ് 12 m/s വെച്ച് കുറയുന്നുണ്ട്. ടോട്ടൽ ഇപ്പോൾ എത്രയാണ് 60 m/s ആണുള്ളത്. അപ്പോൾ 60 m/s കുറയണമെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് 5 സെക്കൻഡ്. മുകളിലോട്ടേക്ക് ഇവിടം വരെ എത്താൻ 5 സെക്കൻഡ് എടുക്കും എന്നുള്ള കാര്യം മനസ്സിലായി. ഈ താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് താഴോട്ടേക്ക് അപ്പോൾ ഓക്കെ 5 + 5 10 ടൈം ഓഫ് ഫ്ലൈറ്റ് ആയാലും വിചാരിക്കും. ഇല്ല, അവിടെ ഒരു കളി മാറുന്നുണ്ട്. കാരണം വെച്ചാൽ താഴോട്ടേക്ക് ബോഡി വരുന്ന സമയത്ത് ഇവിടെ എയർ റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവുക, മുകളിലോട്ടേക്ക് 2 ഉണ്ടാവുക. എയർ റെസിസ്റ്റൻസ് താഴോട്ടേക്ക് G10 ഉണ്ട്, എപ്പോഴും ഉള്ളൂ, G എപ്പോഴും 10. പക്ഷേ എയർ റെസിസ്റ്റൻസ് എപ്പോഴും വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൊണ്ട് ഇവിടെ 2. അപ്പോൾ ടോട്ടലായിട്ട് താഴോട്ടേക്ക് 8 ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കാര്യം കിട്ടി. മാക്സിമം ഹൈറ്റ് കിട്ടാനുള്ള പരിപാടി 150 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി, 150. ഓക്കെ, ശരി. ഇനി അങ്ങനെ ആകുമ്പോൾ മാക്സിമം ഹൈറ്റ് 150 ആണെങ്കിൽ താഴോട്ടേക്കാൾ ആക്സലേഷൻ അറിയാം. അപ്പോൾ നമ്മളോട് കണ്ടെത്താണ് 150 = ഇനീഷ്യൽ വെലോസിറ്റി, അതൊന്നുമില്ല, ഹാഫ് g എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്സലറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ 8 × t². അപ്പോൾ താഴോട്ടേക്കുള്ള ടൈം ഇവിടുന്ന് കിട്ടും. ആ ടൈമും ഇവിടെയുള്ള 5 കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആവും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരവും ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ച എയർ റെസിസ്റ്റൻസ് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലോ ഓപ്പോസിറ്റ് മുകളിലോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്ക് ഡൺ, ഇവിടെ ആണെങ്കിലോ ഇവിടെയും നെഗറ്റീവ് വർക്ക് ഡൺ. രണ്ട് സ്ഥലത്ത് നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. നിങ്ങൾക്ക് ആരറിയാം ഇവിടെ mgh ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വർക്കും ചെയ്യുന്നില്ല. കാരണം മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഒരു നെഗറ്റീവ് വർക്ക് ഡൺ, താഴോട്ടേക്ക് വരുമ്പോൾ പോസിറ്റീവ് വർക്ക് ഡൺ. രണ്ടും ഒരേ mgh -mgh, അതുകൊണ്ട് 0. ടോട്ടൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ദാറ്റ് ഈസ് 0. അപ്പോൾ നമുക്കൊരു കാര്യം ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ആകെ വർക്ക് ചെയ്യുന്നത് ആരാണ്, നമ്മൾ എയർ റെസിസ്റ്റൻസ് മാത്രം. സോ എയർ റെസിസ്റ്റൻസ് ചെയ്യുന്ന വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെയുള്ള v ഫൈനൽ ഇങ്ങനെ കണ്ടെത്താൻ v ഫൈനൽ ഡൺ v = u+at. ഇനീഷ്യൽ അറിയാം, a അറിയാം, ടൈം നമ്മളിപ്പോൾ നേരത്തെ കണ്ടുവച്ച 5 എത്രയോ കിട്ടിയിട്ടില്ല, ഇവിടെ നിന്ന് കിട്ടിയ ടൈം അത് നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടും. അങ്ങനെ ½ mv² -½ mu² ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ്. ഇനി ഒരു ബോഡി 60 √2 m/s ഇങ്ങനെ അറിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പനൻറ്റ് എടുക്കുക, 60 ആവും ബിക്കോസ് 60 cos θ 60 sin θ അറിയാം. എന്താണ് കണ്ടെത്താൻ പറയുന്നത്, വെൻ പാർട്ടിക്കിൾ വിൽ ഹിറ്റ് ഗ്രൗണ്ട്. ശരി, ഇതൊക്കെ അറിയുന്നത് തന്നെയാണല്ലേ. നമ്മൾ ഒരു ബോൾ ഗ്രൗണ്ടിൽ എത്തുന്ന ടൈം ഓഫ് ഫ്ലൈറ്റിനെ പറ്റി ചിന്തിക്കും എപ്പോഴും വെലോസിറ്റി ദാറ്റ് ഈസ് ഇൻ y ആക്സിസ്, അത് മാത്രം ഓർമ്മിച്ചാൽ മതി. x ആക്സിസ് മറന്നാളേ. അതേപോലെ മാക്സിമം ഹൈറ്റും, അത് ഞാൻ കുറേ നേരമായിട്ട് പറയുന്നതല്ല, ഈ ചാപ്റ്റർ ഉടനീളം പറയുന്നതാണ്. ഓക്കെ, അപ്പം മുകളിലോട്ടേക്ക് 60 m/s എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അത് ഞാൻ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കും. എന്താണ് x ആക്സിൽ നമ്മൾ മറന്നു കളഞ്ഞു കേട്ടോ. സോ s എന്ന് പറയുന്നത് -320, കാരണം ആ ഡയറക്ഷൻ ഞാൻ -320 എടുത്തു, കാരണം മുകളിലോട്ട് ഞാൻ പോസിറ്റീവ് എടുത്തു. ut 60 × t -½ g t². ഇവിടെ നമുക്ക് t കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ഇനി ഈ ടൈം t എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റേഞ്ചും കിട്ടും. കാരണം ut ½ ആക്സിലേഷൻ ഇല്ല x ആക്സിസിൽ. ഓക്കെ, അപ്പോൾ അതും കിട്ടും. പിന്നെ എന്താണ് കിട്ടുന്നത്, വെലോസിറ്റി അറ്റ് ടൈം 10 seconds. ഓക്കെ, എപ്പോഴും 60 j-cap അതെപ്പോഴും സെയിം ആണ്, ബിക്കോസ് i-cap 60 i-cap എന്ന് പറഞ്ഞ വെലോസിറ്റി അതെപ്പോഴും കോൺസ്റ്റൻറ്റ്, ബിക്കോസ് ആ ഒരു ഏരിയയിലോ ആക്സലേഷൻ ഒന്നുമില്ല. പിന്നെ ഉള്ളത് 10 secondsലുള്ള വെർട്ടിക്കൽ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 60 m/s ആണ്, മുകളിലോട്ടേക്കാണ് പോകുന്നത്. ഓരോ സെക്കൻഡിലും 10 വെച്ച് കുറയും. ദാറ്റ് മീൻസ് 6 സെക്കൻഡിൽ ഇയാൾ 0 ആവും. പിന്നെയുള്ള ബാക്കി 10 സെക്കൻഡല്ലേ പറയുന്നത്. അപ്പോൾ 10 സെക്കൻഡ്, അപ്പോൾ 4 സെക്കൻഡിൽ അയാൾ എന്താവും 40 ആവും. അപ്പോൾ 0 നിന്ന് 10 20 30 40, അപ്പോൾ 4 സെക്കൻഡിൽ 10 m/s. അപ്പോൾ താഴോട്ടേക്ക് 10 m/s, അപ്പോൾ 10 m/s 40 m/s താഴോട്ടേക്ക് എന്നുള്ളത് കിട്ടും. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ ലൊക്കേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്താണ്, x = u ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് 60 × ഓവർ എന്ന ടൈം അത് കൊടുക്കുക, അപ്പോൾ x കിട്ടും. ഇനി y = ut ഇനീഷ്യൽ വെലോസിറ്റി 60 × ടൈം അവർ പറയുന്ന ടൈം -½ ആക്സലേഷൻ ആണെങ്കിലോ ഞാൻ ഇതിനെ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തു, അപ്പോൾ നെഗറ്റീവ് g
ഓരോന്ന് ടൈം സ്ക്വയർ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയും കിട്ടും എക്സും കിട്ടും സുഖമായിട്ട് കിട്ടും. ഇക്വേഷൻ ഓഫ് ട്രജക്ടറി കിട്ടാൻ അറിയാലോ, നമ്മൾ വൈയും എക്സും അതിൽ ടൈമിൻ്റെ സംഭവം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിനെ എലിമിനേറ്റ് ചെയ്യുക, അങ്ങനെ വൈ എക്സിൻ്റെ റിലേഷൻ കിട്ടും. അതാണ് ഇക്വേഷൻ ഓഫ് ട്രജക്ടറി. ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ നമ്മളൊരു വേറെ രീതിയിൽ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബലൂണ് ഇതേപോലെ പോകുന്നുണ്ട്, എത്ര എന്താണ് 60 √2 m/s മേക്കിംഗ് എന്താണ് ആംഗിൾ വിത്ത് 45 ഡിഗ്രി. എന്നിട്ട് പറയാണ് ബലൂണിൽ നിന്ന് ഒരു ബോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാന്ന്. ബലൂണിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ് ആ ബലൂണിൻ്റെ വെലോസിറ്റി എത്രയാണ് 60 √2 m/s. ബലൂണിൽ നിന്ന് ആ ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബോളിൻ്റെ വെലോസിറ്റി ബലൂണിൻ്റെ വെലോസിറ്റി ആയിട്ട് വരും. കാരണം വെച്ചാൽ ബലൂണിൻ്റെ ഉള്ളിലാണല്ലോ ബോൾ ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ ബോളിൻ്റെ വെലോസിറ്റി എന്നാൽ 60 √2 m/s ആണ്, 45 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ വേറൊരു രീതിയിലായിട്ട് ചോദിച്ച പോലെ തന്നെ ആയില്ലേ, റൈറ്റ്? ഇനി ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ഒരു ആക്സിലറേഷൻ കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ ലാസ്റ്റ് ചെയ്ത റേഞ്ചൊക്കെ നടത്തുമ്പോൾ എക്സ് = ut പ്ലസ് ½ at² കൂടി ആഡ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് 60 m/s, ആദ്യം 100 m/s ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. എന്താ നടത്താൻ പറയുന്നത്? ഓക്കെ, മേ ബി ടൈം ടേക്കൺ ടു റീച്ച് ഡൗൺ ആയിരിക്കും. ടൈം ടേക്കൺ റീച്ച് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 320 = ഞാൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം വൈ ആക്സിസുള്ള കാര്യങ്ങൾ. അപ്പോൾ ut ദാറ്റ് ഈസ് 60t ഇവിടെ പ്ലസ് നമ്മൾ താഴോട്ടേക്ക് പോസിറ്റീവ് എഴുതും പ്ലസ് ½ 10t². അങ്ങനെ ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമായിട്ട് ക്വാഡ്രാറ്റിക്കാണ്. അപ്പോൾ ടി കിട്ടും. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ റേഞ്ച്, ആ ടൈം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആ ടൈം ഈ 80 കൊണ്ട് മൾട്ടിപ്ലൈ റേഞ്ച് കിട്ടും. എല്ലാം കിട്ടി, സുഖമായി. അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കൽ ഈസ് പ്രൊജക്റ്റഡ് ഹോറിസോണ്ടലി. ഓക്കെ, ഈ ചങ്ങ ഇങ്ങനെയാണ് ടോപ്പ് ഓഫ് ടവർ ഇൻ 500 meters ആസ് ഷോൺ ഇൻ ദി ഡയഗ്രാം. എന്താണ് നടത്താൻ പറയുന്നത്? ഓക്കെ, എത്ര ടൈം കൊണ്ട് താഴത്തുനിന്നായിരിക്കും നടത്താൻ പറയുന്നത് പ്രോബ്ലി. നമുക്കൊരു അറിയാം 500 എസ് ut. നമ്മളെപ്പോഴും വൈ ആക്സിലാണ് ചിന്തിക്കാം, ബിക്കോസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഓൾവേസ് വൈ ആക്സിലുള്ള വെലോസിറ്റിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 500 ut ഒന്നുമില്ല, ½ g 10t². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വേണ്ട സാധനം കിട്ടും. എന്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി. ആ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റേഞ്ചും കിട്ടും. വേണ്ട കാര്യങ്ങളെല്ലാം ഡൺ. ഇനി നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു പാർട്ടിക്കൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് വി വെലോസിറ്റിയിലാണ്, ഗ്രൗണ്ടിൽ നിന്ന് കേട്ടോ. ഒരു പാർട്ടിക്കൽ നമ്മൾ വി വെലോസിറ്റിയിൽ ഇങ്ങനെ ആംഗിൾ തീറ്റയൊക്കെ വെക്കുന്നുണ്ട്. ശരി, ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബോഡി ഉണ്ടാവുക. ഉയ്യോ, ശരി, അങ്ങനെ വരച്ചു. എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ t0. ഓക്കെ, t4 seconds ദ വെലോസിറ്റി മേക്സ്. അപ്പോൾ t4 seconds ആ പെർട്ടിക്കുലർ ടൈം ടിയിൽ വെലോസിറ്റി മേക്സ് എന്താണ്, ഇവിടെ നമുക്ക് അങ്ങനെ നല്ലതല്ലേ. വെലോസിറ്റി മേക്സ് എത്രയാണ്, 45 ഡിഗ്രി വെലോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലായി. അപ്പോൾ 45 ഡിഗ്രി ഉണ്ടാക്കുന്ന എന്താ നെറ്റ് വെലോസിറ്റി 45 ഉണ്ടാക്കുന്നുണ്ട്. ഈ വെലോസിറ്റി സെയിം ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അത് ഒബ്വിയസ് ആണല്ലേ. ഓക്കെ, അത് മനസ്സിലായി. പിന്നെ ആഫ്റ്റർ 2 more seconds ഇറ്റ് മൂവ്സ്. ദ വെലോസിറ്റി എന്തായി, ആക്സിലറേഷന് പെർപെൻഡിക്കുലർ. ഇപ്പോൾ വെലോസിറ്റി ആക്സിലറേഷന് പെർപെൻഡിക്കുലർ ആയി എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ്, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് മാക്സിമം ഹൈറ്റ് എന്ന് ചിന്തിച്ചുകൂടാ. കറക്റ്റ് വെലോസിറ്റി ആക്സിലറേഷന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ആ ഒരു പോയിൻ്റാണ് എന്ത്, മാക്സിമം വെലോസിറ്റിയുടെ കേസ്, മിനിമം വെലോസിറ്റിയുടെ കേസ്. അത് മാത്രമല്ല എന്താണ്, അവിടെയാണ് മാക്സിമം ഹൈറ്റ്. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ 4 സെക്കൻഡ് 6 സെക്കൻഡ് കൊണ്ട് അയാളുടെ നമ്മൾ വെർട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. ബിക്കോസ് ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഒരു ആക്സിലറേഷനും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് 6 സെക്കൻഡ് കൊണ്ട് ആ വെർട്ടിക്കൽ വെലോസിറ്റി ദാറ്റ് ഈസ് എത്രയോ വെലോസിറ്റിയാണ് 0 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 6 സെക്കൻഡ് കൊണ്ട് വെർട്ടിക്കൽ വെലോസിറ്റി നമുക്കറിയാം ഓരോ സെക്കൻഡിൽ 10 m/s പറയുന്നത്. അപ്പോൾ 6 സെക്കൻഡോട് കുറച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി 60 ആയിരിക്കും. വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി 60 എന്ന കാര്യം മനസ്സിലായി. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ t4 seconds ഉള്ള രണ്ടാമത്തെ ഫസ്റ്റത്തെ ഇൻഫർമേഷൻ t4 seconds ആണ്. അപ്പോൾ t4 seconds ഈ 60 വെർട്ടിക്കൽ വെലോസിറ്റി എത്ര കുറയും, 4 seconds അല്ലേ. 4 seconds കൊണ്ട് 40 m/s കുറയും. ദാറ്റ് മീൻസ് t4 seconds 60 40 കുറച്ച് കഴിഞ്ഞാൽ അത് 20 ഉണ്ടാവുക വെർട്ടിക്കൽ വെലോസിറ്റി. ഇനി പറയുകയെന്ന് വെച്ചാൽ 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ പറഞ്ഞ വെലോസിറ്റി ദാറ്റ് ഈസ് ഓൾസോ 20 ആണ്. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് ഓൾവേസ് 20 m/s എന്ന കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ t4 seconds എന്താണ്, നോർമൽ ആക്സലറേഷൻ നമുക്ക് വെലോസിറ്റി കിട്ടി. ആക്സലറേഷൻ നമുക്കറിയാം -g ആണ്. നമുക്ക് കോമ്പനൻറ്റിന് എടുക്കാൻ അറിയില്ല. കോമ്പനൻറ്റ് എടുക്കാൻ വളരെ സിമ്പിളാണ്. കോമ്പനൻറ്റ് നമ്മൾ മറ്റേ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച നോർമൽ ആക്സലറേഷനും ടാൻജൻഷ്യൽ ആക്സലറേഷനും ഒക്കെ കണ്ടെത്താനും പിന്നെ എന്താ റേഞ്ച് മാക്സ് മാതിരി എല്ലാ പരിപാടികളും കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ഇനിയുള്ളതൊക്കെ അല്ലെങ്കിൽ നമുക്കില്ലേ ഒന്നെങ്കിൽ വെക്ടർ വൈസ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് മാത്രം കിട്ടണമെങ്കിൽ ഒരു പരിപാടി ഉണ്ട്. ജി ഉണ്ടല്ലോ ഇവിടെ 45 ഡിഗ്രി ടോട്ടൽ, ഇത് ടോട്ടൽ 90 ഡിഗ്രി അല്ലേ. ഇപ്പോൾ ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി അക്കോർഡിംഗ് ടു ജോമെട്രി, ബിക്കോസ് ഇത് 90 ഡിഗ്രി
ഇത് തമ്മിൽ 90 ആയിരിക്കും. അപ്പോൾ ഇത് 45, ഇത് 45, ദാറ്റ് ഇസ് ദിസ് ഓൾസോ 45. അങ്ങനെ നമ്മൾ 45 ആണെങ്കിൽ ജി എനിക്ക് റിസോൾവ് ചെയ്യുക. ജി സൈൻ തീറ്റ, ജി കോസ് തീറ്റ നോക്കിയ രീതിയിൽ റിസോൾവ് ചെയ്യുക. നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്കുള്ള ആക്സലേഷനാണ് നമ്മൾ വിളിക്കാൻ എന്ത് ടാൻജൻഷ്യൽ ആക്സലേഷൻ. വെലോസിറ്റിയുടെ നോർമൽ ഡയറക്ഷനിലേക്കുള്ള ആക്സലേഷൻ നമ്മൾ വിളിക്കും എന്ത് നോർമൽ ആക്സലേഷൻ. സോ അത് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കാണ്ട് കണ്ടെത്താൻ പറ്റും. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ളൂ, വെക്ടർ വൈസ് കിട്ടത്തില്ല. ഓക്കെ, ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ അടുത്ത കേസാണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താണ് ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ആകെ താഴോട്ടേക്ക് എം ജി ഉണ്ട്. എം ജി എന്ന് പറയേണ്ട ആവശ്യമില്ല, തൽക്കാലം ജി എന്ന് പറയാം. ജി താഴോട്ടേക്കുണ്ട്. ജി താഴോട്ടേക്കുണ്ടല്ലോ ഈ തീറ്റ. നമുക്കിതറിയാം ടോട്ടൽ ഇതെന്തായാലും 90 മൈനസ് തീറ്റ ആയിരിക്കും. 180 മൈനസ് 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 90 മൈനസ് തീറ്റ ആണ് ആദ്യം വരുന്നത്. കാരണം ടോട്ടൽ 180 ഡിഗ്രി ആവണം ആംഗിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. 90 മൈനസ് തീറ്റ, ഇതും തമ്മിൽ 90 അല്ലേ? അപ്പോൾ ഇതും തീറ്റ ആവും. 90 മൈനസ് തീറ്റ ദാറ്റ് ഇസ് തീറ്റ ആവും. അപ്പോൾ ഇയാൾ തീറ്റ ആണെങ്കിൽ ഇവിടത്തേക്ക് ജി കോസ് തീറ്റ, ഇവിടത്തേക്ക് ജി സൈൻ തീറ്റ എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിയല്ലോ, കിട്ടി. ഇനി നമ്മൾ ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞാലും ഇവിടെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാലും സംഭവിച്ചാൽ ഈ പറഞ്ഞ സംഭവം, ഈ പറഞ്ഞ ഇതേ പരിപാടി ഞാൻ ഇങ്ങനെ ഒന്ന് വരക്കാണ്. ഓക്കെ, താഴോട്ടേക്ക് എന്താ ആക്സലേഷൻ? ജി കോസ് തീറ്റ. ഇനി ഇടത്തോട്ടേക്ക് എന്താ ആക്സലേഷൻ? ജി സൈൻ തീറ്റ. അപ്പോൾ ഇടത്തോട്ടേക്കുള്ള ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലും എന്തുണ്ട് ആക്സലേഷനുള്ള കാര്യം മനസ്സിലാക്കാം. നമ്മൾ തൂഫാൻ വല കേസ്. അപ്പം എക്സ് ആക്സിൽ എപ്പോഴും വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന പ്രൊജക്ടൽ മോഷൻ്റെ ആ പരിപാടി നടക്കൂല ഇവിടെ. താഴോട്ടേക്ക് നമ്മൾ ജിയുടെ പകരം എപ്പോഴും ജി എന്ന് പറയുന്ന സാധനത്തിന് വരെ ജി കോസ് തീറ്റയാണ്. പിന്നെയുള്ള ബാക്കി എല്ലാ ഇൻഫോർമേഷനും സെയിം തന്നെയല്ല. എന്താ വ്യത്യാസമുള്ളത്? ജസ്റ്റ് ഇൻക്ലൈൻഡ് ആയി എന്നുള്ളൂ. ഇൻക്ലൈൻഡ് നേരെ ആക്കുക, എന്നിട്ട് ഓരോന്നിനും ആക്സലേഷൻ അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻക്ലൈൻഡ് നോക്കുക. വെൻ ആൻഡ് വേർ വിൽ ദ പാർട്ടികൾ ഹിറ്റ് ഹിസ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇവിടുന്ന് ബോഡി എറിയുന്നുണ്ട് എത്ര 80√2 ദാറ്റ് മീൻസ് ഇവിടെ 80 മീറ്റർ പെർ സെക്കൻഡും മോളോട്ടേക്ക് 80 മീറ്റർ പെർ സെക്കൻഡും. ശരി, പിന്നെ നമുക്കൊരു കാര്യം അറിയാം, എന്തൊക്കെയാണ് ഇവിടെ ആക്സലേഷൻസ് ഉള്ളത്. ഒന്ന് താഴോട്ടേക്ക് എന്തുണ്ട്? ജി കോസ് 37 ഉണ്ട്. കോസ് 37 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 × കോസ് 37 ദാറ്റ് ഈസ് 8. പിന്നെ അതേപോലെ ജിയുടേത് ലെഫ്റ്റോട്ടേക്ക് ഇങ്ങോട്ടേക്കുണ്ട് അല്ലേ? എത്രയാണ്? ജി സൈൻ 37 ദാറ്റ് ഈസ് 6. സോ ഈ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി. ആദ്യത്തത് വെൻ ആൻഡ് വേർ വിൽ. ആദ്യത്തെ വേറല്ല വെൻ നമുക്ക്. ഓക്കെ, സമയം എത്രയാണ് അല്ലേ? സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെർട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രം ചിന്തിക്കുക. വെർട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രം. കാരണം സമയം ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് കംപ്ലീറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി വെർട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ വൈ ആക്സിസ് വെലോസിറ്റി. വൈ ആക്സിസ് വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ്. 80 മീറ്റർ പെർ സെക്കൻഡ് ഓരോ സെക്കൻഡും 6 വെച്ച്, ഓരോ സെക്കൻഡിൽ 8 വെച്ച് കുറയുന്നുണ്ട്. താഴോട്ടേക്ക് ഇവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 8 ആയിട്ട് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ 8 ഓരോ സെക്കൻഡ് 8 വെച്ച് കുറയുന്നുണ്ട്. അപ്പം മുകളിലെത്തണമെങ്കിൽ 10 സെക്കൻഡ് എടുക്കും. ഓരോ സെക്കൻഡും 8 വെച്ച് കുറയും. 10 സെക്കൻഡ് ആകുമ്പോൾ കംപ്ലീറ്റ് 0. അപ്പോൾ തിരിച്ചു വരാനോ സ്വാഭാവികമായിട്ടും ഇനിയും 10 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ദാറ്റ് ഈസ് 20 സെക്കൻഡ്സ് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഗുഡ്. ബിക്കോസ് എല്ലാ സമയത്തും ഈ പറഞ്ഞ ജി എന്ന് പറഞ്ഞാൽ 8 താഴോട്ടേക്ക് തന്നെയല്ലേ? ഓക്കെ, ആ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി റേഞ്ച് കണ്ടെത്താൻ പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള. സോ എക്സ് ആക്സിസ് ഇസ് ഈക്വൽ ടു യു ടി. ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 80. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 20. കഴിഞ്ഞോ? ഇല്ല, ഇനി ഇവിടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആക്സിലേഷൻ ഉണ്ട്. അപ്പം ഞാൻ വെലോസിറ്റി ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ഈ പറഞ്ഞ 6 എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിലേഷൻ ഉള്ളത്. അപ്പം -12 6 × ടിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് 20 ഹോൾ സ്ക്വയർ. അതായിരിക്കും റേഞ്ച് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഇത്ര ഇൻഫോർമേഷൻസ് മതി. ഉത്തരമായി. എനിക്ക് പറഞ്ഞാൽ ഞാൻ ബോൾ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ എറിഞ്ഞാലും വലിയ വ്യത്യാസമില്ല അല്ലേ? എന്താണ് വ്യത്യാസം? ജസ്റ്റ് ഇവിടെ മൈനസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്ലസ് ആവും. കാരണം വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലാണ് ഉള്ളത്. അത്രേ വ്യത്യാസമുള്ളൂ, വേറൊരു വ്യത്യാസം ഇല്ല. ഇപ്രാവശ്യം ബോളൊന്ന് ഞാൻ പെർപെൻഡിക്കുലറായിട്ട് അറിയാം. അപ്പോൾ വെൻ ആൻഡ് വെയർ വിൽ ബി. അപ്പോൾ വെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടത്തേക്ക് എന്താണത്? ജി കോസ് 30 ഓൾവേസ് 8. 10 × കോസ് 37 റൈറ്റ്. ഇനി ഇങ്ങോട്ടേക്ക് എന്താണത്? അത് 6 ജി സൈൻ 37 റൈറ്റ്. ഓക്കെ, അപ്പം 80 മീറ്റർ പെർ സെക്കൻഡ് സാധനം മുകളിലോട്ടേക്ക് പോകാൻ 8 സെക്കൻഡ് എടുക്കും. ഓരോ സെക്കൻഡിലും 8 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞാൽ അപ്പോൾ 10 സെക്കൻഡ് മുകളിൽ തിരിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ദാറ്റ് ഈസ് 20 സെക്കൻഡ് എന്ന കാര്യം കിട്ടി. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? റേഞ്ചാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ യു ടി. യു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. ഈ ഒരു ഡയറക്ഷൻ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. അപ്പം വെറും ഹാഫ് ഇൻറ്റു ആക്സലേഷൻ എത്രയാണ്? 6 ഇൻറ്റു ടൈം എത്രയാണ്? അത് 20 സെക്കൻഡ് ആയി. നമുക്ക് റേഞ്ചും കിട്ടിയില്ലേ? റേഞ്ചായി. ഗുഡ്. ഇനി ഇതേപോലെ നമ്മൾ ഇക്വേഷൻ വൈസ് ആയിട്ട് എങ്ങനെ എഴുതാൻ? നമ്മൾ യു വെലോസിറ്റി എടുക്കുന്നുണ്ട്. ഇവിടെ യു കോസ് ആൽഫ ഉണ്ട്, യു സൈൻ ആൽഫ ഉണ്ട്. ഓക്കെ, ശരി. നമ്മളോട് വൈ മാക്സ് ആണ്. അപ്പോൾ വൈ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? u²/2a എന്നുള്ളത്. അപ്പോൾ u². അപ്പോൾ ഇനീഷ്യൽ ഇത് വൈ മാക്സ് നടത്തുമ്പോൾ നമ്മൾ വൈ വെലോസിറ്റി ഉപയോഗിക്കും. അപ്പോൾ u²
സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആക്സലേഷൻ. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു പെർപെൻഡിക്കുലർ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ അത് ജി കോസ് തീറ്റ അല്ലേ ഇവിടെ. നമ്മുടെ ആദ്യമൊക്കെ ജി എന്നാണ് എഴുതിയത്, പക്ഷേ ഇവിടെ നമ്മൾ ജിയുടെ റിസോൾവ് ചെയ്തപ്പോൾ ജി കോസ് തീറ്റ വന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ എന്താ വേണ്ടത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ എടുത്താൽ 2u സൈൻ തീറ്റ ബൈ ജി എന്നല്ല പറയാൻ. ഇപ്പം 2u ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റി ദാറ്റ് ഈസ് സൈൻ ആൽഫ ബൈ ഇവിടെയുള്ള ജി എന്ന് പറഞ്ഞാൽ എന്താ? അത് ജി കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ടുണ്ട്. ഇനി പിന്നെന്താണ്? ടൈം കിട്ടിയിട്ടുണ്ട്. റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റേഞ്ച് ഇസ് ഈക്വൽ ടു യു ടി. യു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സിലുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് യു കോസ് ആൽഫ. ടൈം എന്ന് പറഞ്ഞാൽ ഇത് 2u സൈൻ ആൽഫ ബൈ ജി കോസ് തീറ്റ. മൈനസ് ആണോ പ്ലസ് ആണോ? പ്ലസ് ആണ് രണ്ടും. ഈ പറഞ്ഞ ആക്സലേഷനും ഇതും ഒരേ ഡയറക്ഷനാണ്. സോ പ്ലസ് ഹാഫ് ജി. ജി എന്ന് പറഞ്ഞാൽ എത്രയാണത്? ഇങ്ങോട്ടേക്കുള്ളത് നമുക്ക് പറയാൻ പറ്റും ജി സൈൻ തീറ്റയാണ്. ഹാഫ് എ ടി സ്ക്വയർ. ടൈം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ സാധനത്തിൽ ഒന്നുകൂടി സ്ക്വയർ ചെയ്യാം. 2u സ്ക്വയർ ദാറ്റ് ഈസ് 4 സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇതൊന്നും ഓർമ്മിച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് നോർമൽ പ്രൊജക്ടൈൽ തന്നെയാണ്, പക്ഷേ അവിടെയുള്ള ആക്സലറേഷൻസിന് മാത്രം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ആക്സലറേഷൻ കമ്പോണൻറ്റ് എടുത്തതിന് തിരിയും. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വൈ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതൊരു പാർട്ടിക്കൽ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ പാർട്ടിക്കലിൻ്റെ ട്രജക്ടറി കണ്ടെത്താൻ ഒരു മെത്തേഡ് ഉണ്ട്, നമ്മുടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി മെത്തേഡ്. എന്ന് വെച്ചാൽ ടി എലിമിനേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് x/3 ദാറ്റ് ഈസ് ഇക്വൽ ടു ടി. ഇപ്പോൾ ഇവിടെ ടി കൊടുക്കുക. ദാറ്റ് മീൻസ് y ഈസ് ഇക്വൽ ടു ടീൻ്റെ വാല്യൂ ദാറ്റ് മീൻസ് x/3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 2t + 10 കിട്ടും. 2x + 10 കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ മോഷൻ അല്ല, സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്, സ്ട്രൈറ്റ് ലൈൻ്റെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ്. അപ്പോൾ ഇത് ഒരു 1D മോഷനാണ്. 2D മോഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ആയിരിക്കും എക്സും വൈയും മാറുന്നുണ്ടല്ലോ ടൈമിനനുസരിച്ച്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും അത് സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ്, ബിക്കോസ് സ്ട്രൈറ്റ് ലൈനാണ് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് വേറെ രീതി ചിന്തിക്കാം. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അന്നേരം നമുക്ക് വെലോസിറ്റി അറ്റ് എക്സ് ഡയറക്ഷൻ കിട്ടും, ദാറ്റ് ഈസ് 3 കിട്ടും. ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അപ്പം വെലോസിറ്റി അറ്റ് വൈ ഡയറക്ഷൻ കിട്ടും, ദാറ്റ് ഈസ് 6 എന്ന രീതി കിട്ടും. അപ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിലുള്ള വെലോസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയും. അപ്പോൾ ടാൻ തീറ്റ. നമുക്കൊരു കാര്യം അറിയാം, ടൈമിനനുസരിച്ച് എക്സ് ആക്സിലും വൈ ആക്സിലും വെലോസിറ്റി മാറുന്നില്ല. കാരണം നമുക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റീസാണ് കിട്ടിയിട്ടുള്ളത്. ടൈമിനനുസരിച്ച് എക്സ് ആക്സിലും വൈ ആക്സിലും വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളായിട്ടുള്ള ടാൻ തീറ്റയും മാറുന്നില്ല. ദാറ്റ് മീൻസ് തീറ്റയും മാറുന്നില്ല. തീറ്റ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ മോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റ് സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് അല്ല, സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന കാര്യം മനസ്സിലാവും. കാരണം മോഷന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ തീറ്റയ്ക്ക് വ്യത്യാസം വരുള്ളൂ. ആ തീറ്റയ്ക്ക് വ്യത്യാസം വരണമെങ്കിൽ ഈ പറഞ്ഞ വെലോസിറ്റിക്ക് വ്യത്യാസം വരണം. വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക മനസ്സിലാവും, പാരബോള ഗ്രാഫാണ്. ഇതാണെങ്കിലോ ടി സ്ക്വയർ ആണെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഓക്കെ ടി സ്ക്വയർ. അപ്പോൾ ഇത് പാരബോള ദാറ്റ് മീൻസ് 2D മോഷൻ എന്ന് പറയും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. x/3 ദാറ്റ് ഈസ് ടി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ടി ഇട്ട് കൊടുക്കുക. y ഈസ് ഇക്വൽ ടു 2x + 10. വീണ്ടും സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ്. ഡൺ. എന്തായാലും ഇത് പിന്നെ നിങ്ങളത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മനസ്സിലാവും എന്താണ് 60 12t. ഇതാണ് വി എക്സും വി വൈയും. എന്നിട്ടോ ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ആക്ച്വലി എ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ്, അല്ലെങ്കിൽ കൈനമാറ്റിക്സ് ഇൻ 1 ഡയമെൻഷൻ ആണ് ഇത്.